നിലവിൽ സംസ്ഥാന ഗവൺമെന്റ് കായിക വകുപ്പാണ് അർജന്റീനയുമായി പ്രശ്നം നടത്തിയത്. ഇതിന്റെ ഭാഗമായി ഇത്രയും വലിയൊരു പണം മുടക്കാൻ സർക്കാരിന്റെ കയ്യിൽ നിലവിലുള്ള അവസ്ഥ അനുവദിക്കുന്നു. ഈ ടീമിനെ കൊണ്ടുവരാനുള്ള സ്പോൺസറെ കണ്ടെത്തുകയാണ് ആദ്യം തോന്നുന്നത്. രണ്ട് കമ്പനികളെയാണ് നമ്മൾ ആദ്യം ഇതിനു വേണ്ടി തയ്യാറാക്കുന്നത്. അതിൽ ആദ്യത്തെ അവര് റിസർവ് ബാങ്കിന്റെ എലിജിബിലിറ്റി അവർക്കുണ്ടായിരുന്നു. രണ്ടാമതായി വന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അവര് ഈ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാമെന്നുള്ള ചർച്ച നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ റിസർവ് ബാങ്കിന്റെ അനുമതി അവർക്ക് ലഭ്യമായി. അതാണ് സർക്കാർ ചെയ്യേണ്ടത്. അവരുടെ അപേക്ഷ മാനിച്ച് കേരള സർക്കാർ തന്നെ ഇതിനാവശ്യമായ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടർ ചാനൽ അതിന് പണം അവര് പണമടക്കാൻ അറിയിച്ചു. അതുകൊണ്ട് ഇപ്പോൾ വരുന്ന വാർത്തകൾ അത് മെസ്സി വരിക എന്നുള്ള അർത്ഥം എന്ന് പറയുന്നത് നമുക്കറിയാം. ഭാരതത്തിൽ പറയുന്നത് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ പണം കായിക വകുപ്പിന്റെ ബഡ്ജറ്റിൽ മാത്രം അത് സ്പോൺസർമാർ നിർബന്ധമാണ്. അത് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ ആഗ്രഹം മാനിച്ച് സ്പോൺസർമാർ ചെയ്യുമെന്ന് തന്നെയാണ്. അത് വളരെ പെട്ടെന്ന് ചെയ്യണമെന്ന് അവർ അറിയിച്ചു. അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങളിലൊന്നും ഇടപെടുത്താൻ ആവശ്യമില്ല എന്നാണ്. അർജന്റീനൻ ഫുട്ബോൾ ടീമുമായി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഗവൺമെന്റ് തന്നെയാണ്. അതിനനുസൃതമായി കാര്യങ്ങളാണ്. നമ്മൾ മറ്റൊരു ചർച്ചയിലേക്ക് പോകേണ്ടതില്ല. മിനിസ്റ്ററെ ഉൾപ്പെടെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കാരണം ഇവരുടെ ഒരു ചാർട്ടർ എന്ന് പറയുന്നത് ഒരു 3-4 വർഷം, മെസ്സിയുടെയൊക്കെ ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഒരു 3-4 വർഷത്തേക്കെങ്കിലും ചാർട്ടേഡാണ്. അത് പെട്ടെന്ന് ഒരു 6 മാസം നമ്മുടെ വിൻഡോയിലുള്ളതാണ്. കാരണം കൊടുക്കാൻ താമസിക്കുന്നതിൽ സ്പോൺസർ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ ചർച്ചയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഞാൻ വളരെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആരാധകർ കാത്തു നിൽക്കുന്ന വിഷയമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പോകണ്ട. അത്തരൊരു ചർച്ചയുടെ പ്രസക്തി ഇപ്പോഴില്ല. ഈ കമ്പനി അത് അടക്കം അല്ലെങ്കിൽ അടുത്ത ആഴ്ച നോക്കാം. അപ്പോഴേക്കും അതിൽ വ്യത്യാസമൊന്നും വാർത്തകൾ ധാരാളം. നമുക്ക് വാർത്തകളിലേക്ക് അതെന്താ പറഞ്ഞു നമ്മുടെ ഈ ടീമുമായിട്ടോ അല്ലെങ്കിൽ അവരെ കൊണ്ടുവരേണ്ട ആളുകളുമായിട്ട് നമ്മൾ നേരിട്ട് ബന്ധപ്പെടുന്നുണ്ടോ അതോ സ്പോൺസർമാരാണ് ബന്ധപ്പെടുന്നത്? ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ഫോറിൻ അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരെ വിസ പോലുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഗവൺമെന്റാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേന്ദ്ര കായിക വകുപ്പിന്റെ അനുമതി അത് ലഭ്യമാണ്. റിസർവ് ബാങ്ക് അനുമതി ലഭ്യം. അതെല്ലാം തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്, സർക്കാർ ചെയ്യേണ്ടതാണ്. അത് സ്വകാര്യ വ്യക്തികൾ കിട്ടുന്നത്. അത് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ അനുസരിക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ ആഗ്രഹിക്കുന്നത് ഇവിടെ നടക്കണമെന്നാണ്. അപ്പോൾ അത് നെഗറ്റീവായി നമ്മൾ കാണണ്ട. അതെന്തെങ്കിലും സൂചിപ്പിച്ചായിരിക്കാം ചെയ്യും. റിപ്പോർട്ടാണ് അത് നല്ല രീതിയിൽ തന്നെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ആത്മാർത്ഥമായി ശ്രമം നടത്തുന്നു എന്നുള്ളതൊരു വസ്തുത. അപ്പോൾ ആത്മാർത്ഥമായി ശ്രമിക്കുമ്പോൾ അത് നടന്നു. നിലവിൽ സ്പോൺസറെ മാറ്റേണ്ട ഒരു സാഹചര്യമില്ല. ഭാരതത്തിൽ താമസിച്ചു എന്നുള്ളത് വസ്തുതയാണ്. അതിനുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. എന്തായാലും ചർച്ച നമുക്ക് അടുത്ത ആഴ്ച നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. പരീക്ഷ കഴിയുമെന്നുള്ള നമുക്ക്
ടൂർണമെൻറ്റിൻ്റെ ഡേറ്റ് പോലുള്ള കാര്യങ്ങൾ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായി സംയുക്തപ്പെട്ട അത് കരാറിൽ കിട്ടുകയും പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മളെല്ലാം പറയും അവർക്ക് പറഞ്ഞു അതല്ല പിന്നീട് പറഞ്ഞു. അത് പ്രസക്തമായ കാര്യം നമ്മൾ മെസ്സിയെ പോലുള്ള ലോകത്തിൽ ഒന്നാം റാങ്കിലുള്ള ഫുട്ബോൾ ടീമിനെ കേരളത്തിലെ കായിക മേഖലയ്ക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ അവർ കൊണ്ടുവരിക. അതിൻ്റെ ശ്രമം നമ്മൾ തുടങ്ങുകയും അങ്ങനെ ഒരിക്കലും നമ്മൾ ഒരിക്കലും പറയും. സർക്കാരിൻ്റെ കയ്യിൽ പണത്തിൻ്റെ കുറവുള്ളതുകൊണ്ടാണ് അവരെ ഇൻവെസ്റ്റ് നമ്മുടെ ഹൗസുകളിൽ അതൊക്കെ ഭാഗമാണ്. അതൊക്കെ അതിൻ്റെ പ്രൊസീജിയറാണ്. ഇവിടെ അത്തരം കാര്യങ്ങളും നമ്മൾ അങ്ങനെയല്ല ഒരു കാര്യം കുഴപ്പമില്ലെന്നുണ്ട്. പണം അയക്കുന്ന കാര്യത്തിൽ അനുമതി ലഭ്യമാകുന്ന കാര്യത്തിൽ സുഖിതാവും. നിങ്ങൾക്കറിയാലോ, ഇത് പ്രധാനപ്പെട്ട 4 വകുപ്പുകളിലാണ്. ഫോറിൻ അഫയേഴ്സാണ്, എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്, കായിക വകുപ്പ്, ധനമന്ത്രാലയം ഉണ്ടാകും. അപ്പോൾ അതെല്ലാം വന്ന് നമുക്ക് കഴിഞ്ഞ മാസമാണ് അനുമതിയെല്ലാം ലഭ്യമാണ്. സ്വാഭാവികമാണ്. ഞാനിപ്പോഴും പൂർണ്ണമായി വിശ്വസിക്കുന്നു യാഥാർത്ഥ്യമാണ്. കോൺട്രാക്ട് കൺസൾട്ടൻസി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ തന്നെ അർജന്റീനയുമായി കരാറൊപ്പിട്ടിട്ടുണ്ട്. സർക്കാരല്ല, സർക്കാരൊന്നും ഗ്യാരണ്ടി മാത്രം. സർക്കാരിൻ്റെ ഗ്യാരണ്ടിയിൽ അർജന്റീന ഗവൺമെൻറ് അല്ലെങ്കിൽ ഫുട്ബോൾ അസോസിയേഷൻ റിപ്പോർട്ടറുമായി കരാറൊപ്പിട്ടിരുന്നു. കരാർ നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ കരാർ നിലനിൽക്കുന്ന ഫലം അത്തരത്തിൽ രാഷ്ട്രീയ വഴിയില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് നല്ലതാണ്, നല്ല വിമർശനങ്ങളുണ്ടായിരിക്കും. സർക്കാരിൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ നമ്മൾ വിമർശിക്കുമ്പോൾ കാത്തു നിൽക്കും. നമ്മളത് ഉപയോഗിച്ച് കൊണ്ടുവരും. അത് അത്ര കണ്ടാൽ മതി കാര്യത്തിൽ. മറ്റൊന്നും നമ്മൾ കാണാം. അപ്പോൾ സ്വാഭാവികമാണ് എഴുത്ത് കുട്ടികൾ നടത്താറുണ്ട്. അതൊക്കെ സർക്കാരാണല്ലോ. അവരുടെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സർക്കാർ. മെസ്സിയെപ്പോലെ ഇന്ത്യൻ ലോകത്ത് തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ലെജൻഡ് അത് വരുമ്പോൾ അവർക്കുള്ള സുരക്ഷ ഒരുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ജോലിയാണ്. അപ്പോൾ അതെല്ലാം ചെയ്യേണ്ട സർക്കാരാണ്. അതെല്ലാം സർക്കാർ ചെയ്യും. അവർക്ക് ആവശ്യമായുള്ള സെക്യൂരിറ്റി, കളിക്കാനുള്ള സൗകര്യങ്ങൾ അതെല്ലാം സ്പോൺസർ. അവർ റിസർവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവർ എലിജിബിളല്ല. അവർക്ക് വിദേശ കറൻസി അയക്കാൻ കഴിയുന്ന വിഭാഗം, അത് ഗോൾഡൻ മർച്ചൻസ് അസോസിയേഷൻ. അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതിനുശേഷമാണ് ഞങ്ങൾ ഇത്തരത്തിൽ രണ്ടാമത് സ്പോൺസറാണ്. ഇതിൽ മറ്റൊരു കാര്യം, ഗോൾഡൻ മർച്ചൻസ് അസോസിയേഷൻ വലിയ ആഗ്രഹത്തിൽ വരികയും അതിൻ്റെ ഭാഗമായി പത്രസമ്മേളനം നടത്തിയതാണ്. പക്ഷേ ഇതിന് റിസർവ് ബാങ്കിന് അനുമതിയാവും. അത് ആ പണം നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കും. അപ്പോൾ അതെല്ലാം ഫോർമാലിറ്റീസും റിപ്പോർട്ടർ ആണ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിനാവശ്യമായ പണം അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ച് ഏർപ്പെട്ട അവർ നൽകിയിട്ടുണ്ട്. അത് ചെറിയ താമസങ്ങളുണ്ടായിരിക്കാം. വലിയ തുക ഏകദേശം 125 കോടി രൂപയോളം ഏത് ടീം അടക്കം 2 ദിവസം ഒരു താമസം നടക്കും. ലോകത്ത് എല്ലായിടത്തും ഒരേ റേറ്റാണ്. എല്ലാ കേരളത്തിന് പ്രത്യേക റേറ്റല്ല. ഡോളറിൻ്റെ ഒരു വിനിമയം അനുസരിച്ചുള്ള തുകയാവുമ്പോൾ നമ്മുടെ കേരളത്തിൽ വർദ്ധിപ്പിക്കുന്നു, ഇന്ത്യയിൽ വർദ്ധിക്കുന്നു എന്നുള്ളത് മാത്രമല്ല. ഇതിൽ മറ്റൊരു ആശങ്കയും ഇതേവരെ തന്നെ അവരറിയിച്ചു. സ്പോൺസർ അർജന്റീനയുടെ ഭാഗത്തും ഇത്തരത്തിൽ വരില്ല എന്നുള്ളൊരു അറിയിപ്പ് ഉണ്ടായിട്ടില്ല. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു, എല്ലാവരെയും പോലും കേരളത്തിൽ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ മെസ്സി അടക്കമുള്ള ലോക ചാമ്പ്യന്മാർ കേരളത്തിൽ എത്തിക്കാറുണ്ട്. ഫുട്ബോളിന് കൂടുതൽ പ്രചാരം ലഭിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാനാണ് കായിക വകുപ്പ് ആഗ്രഹിക്കുന്നത്. അത് നടക്കുമെന്നുള്ള പ്രതീക്ഷ.